ചാമുണ്ടിക്കുന്ന് കുന്നുപാറ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ധർണ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ചാമുണ്ടിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സമരവുമായി തൊഴിലാളികൾ രംഗത്തിറങ്ങിയത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ചാലിങ്കൽ മുതൽ ചാമുണ്ടിക്കുന്ന് വരെയുള്ള റോഡ് ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചാലിങ്കൽ തൊട്ട് കുന്നുപാറ വരെയുള്ള ഭാഗത്ത് മെക്കാഡൻ ടാറിംഗ് നടത്തിയിട്ടുണ്ട്. എന്നാൽ കുന്നുപാറ മുതൽ ചാമുണ്ടിക്കുന്ന് വരെയുള്ള ഭാഗം ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞും പൊടിപടലങ്ങൾ നിറഞ്ഞും അതീവ ദുർഘടാവസ്ഥയിലാണുള്ളത്. ഇത് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് മാത്രമല്ല, കാൽനടയാത്രികർക്കും പരിസരവാസികൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം പലതരത്തിലുള്ള ദുരിതം വിതയ്ക്കുന്നു. ദിനംപ്രതി ഇതുവഴി യാത്ര ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രോഗികളുമാണ് ഇതുമൂലം വലിയ വെല്ലുവിളികൾ നേരിടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കുന്നുപാറ മുതൽ ചാമുണ്ടിക്കുന്ന് വരെയുള്ള ഭാഗം എത്രയും വേഗത്തിൽ മെക്കാഡൻ ടാറിംഗ് നടത്തി ചാലിങ്കൽ ചാമുണ്ടിക്കുന്ന് റോഡ് പൂർണ്ണതോതിൽ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ചാമുണ്ടിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ചാമുണ്ടിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ചാമുണ്ടിക്കുന്ന് കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച സമരം CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ ഇല്ലാത്ത ഒരു ചാമുണ്ടിക്കുന്നിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു പട്ടണത്തിന്റെ ഒരു സൗന്ദര്യം കൂടിയാണ് ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ രാവിലെ വരും, അവര് കച്ചവടക്കാരുമോ അതുപോലെ തന്നെ യാത്രക്കാരുമായിട്ടുള്ള ബന്ധം അതൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു വാഹനം ഓട്ടോറിക്ഷയാണ്. ഏറ്റവും അവസാനം കിട്ടിയിട്ടുള്ള ഒരു വിവരം 1 കോടി ഉറുപ്പിക ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 1 കോടി ഉറുപ്പിക കൊണ്ട് ഇത് മെക്കാഡൻ ടാർ ചെയ്യാൻ വേണ്ടി കഴിയാം. 1 കോടി ഉറുപ്പിക കൊണ്ട് വേണമെങ്കിൽ സാധാരണ ഒരു റീടാറിങ് നടത്താം. പക്ഷെ അങ്ങനെ റീടാറിങ് നടത്തിയാൽ പിന്നെ 3 വർഷത്തേക്ക് ആ റോഡ് വേറെ പണിയെടുക്കാൻ വേണ്ടി കഴിയില്ല, അതിന് വേറെ ഫണ്ട് മാറ്റി വെക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. മെക്കാഡൻ ടാറിങ് തന്നെ വേണം. അപ്പൊ ഈ KSTP റോഡിൽ നിന്ന് വന്ന് പിന്നെ ഈ റോഡിലേക്ക് പോകുമ്പോൾ സാധാരണ ഒരു റോഡാണെങ്കിൽ അതിന് പ്രയാസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മെക്കാഡൻ ടാർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ നടത്തണം ബന്ധപ്പെട്ട ആളുകൾ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം റോഡുകളെല്ലാം സൂപ്പറായി. നമ്മള് KSRTC ബസ്സിന് എഴുതിയിട്ടുണ്ട് പരസ്യം, പബ്ലിക് റിലേഷൻസിന്റെ റോഡുകളെല്ലാം റെഡിയായി. എല്ലാ റോഡുകളും പരമാവധി നന്നായിട്ടുണ്ട്. നല്ല യാത്ര ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് നമ്മുടെ തടിക്ക് പിടിക്കുന്ന കേസാണ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ അക്കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തണം. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കുന്നുപാറ അധ്യക്ഷനായി. ഓട്ടോ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ, ഏരിയ സെക്രട്ടറി P രാഘവൻ, CITU അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി K ചന്ദ്രൻ, ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KV സുനിൽകുമാർ, PR രാജു, സരസൻ പെരളം, രാജീവൻ കണ്ണികുളങ്ങര, ദിനേശൻ ആവിയിൽ, കരുണാകരൻ ചാമുണ്ടിക്കുന്ന്, സതീശൻ പെരിയ, വിജയൻ പാണന്തോട് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി C നാരായണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.